യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യ, അമേരിക്കൻ പ്രതിനിധികൾ വരും ദിവസങ്ങളിൽ സൗദിയിൽ ചർച്ച ആരംഭിക്കും. US പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അടുത്ത ആഴ്ച സൗദിയിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും സൗദിയായിരിക്കും വേദിയാവുന്നതെന്ന് ട്രംപ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങൾക്കായി ഉന്നത US സംഘം സൗദിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് സൗദിയിലെത്തുക. ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച റംസാൻ വ്രതം ആരംഭിക്കുന്നതിന് മുമ്പ് നടത്താനാണ് നീക്കം. അതേസമയം ട്രംപിന്റെ യുക്രൈൻ പ്രതിനിധി കീത്ത് കെല്ലോഗ് സൗദിയിലെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമാധാന ചർച്ചയിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ക്ഷണിച്ചിട്ടുണ്ടാവുമെന്നാണ് അമേരിക്കയിലെ വൈറ്റ് ഹൗസ് വിദേശകാര്യ സമിതി ചെയർമാൻ മൈക്കിൾ മക്കോൾ അറിയിച്ചത്. എന്നാൽ ക്ഷണം ലഭിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സ്ഥിരീകരിച്ചിട്ടില്ല. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോയും ശനിയാഴ്ച ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. പതിവായി ബന്ധം പുലർത്താൻ ഇരുവരും തീരുമാനിച്ചതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ഉപരോധങ്ങൾ മൂലം തടസ്സപ്പെട്ട അമേരിക്ക-റഷ്യ സഹകരണം വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. സൗദിയിൽ നടക്കാൻ പോകുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൂടിയാണ് ഇരുവരും പതിവായി ബന്ധം പുലർത്താൻ തീരുമാനിച്ചിരുന്നത്. യുക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ നേതാക്കൾ അടിയന്തരമായി യോഗം ചേർന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്ന പശ്ചാത്തലത്തിലാണ് സമാധാന ചർച്ചയിൽ യൂറോപ്പിന് പങ്കുണ്ടാവില്ലെന്ന് അമേരിക്കൻ നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. ഈ സാഹചര്യത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് പാരീസിൽ അടിയന്തര യോഗം വിളിച്ചുകൂട്ടിയത്. ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ യോഗം ചേരുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ അടക്കമുള്ള യോഗത്തിൽ പങ്കെടുക്കുമെന്നും സൂചനയുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ റഷ്യൻ അമേരിക്കൻ പ്രതിനിധികൾ അടുത്ത ദിവസങ്ങളിൽ സൗദിയിൽ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ നേതാക്കളോട് അഭിപ്രായം ആരായുമെങ്കിലും യൂറോപ്യൻ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന ട്രംപിന്റെ പ്രത്യേക വാശിയും യുക്രൈൻ പ്രതിനിധി കീത്ത് കെല്ലോഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഒരുപാട് കക്ഷികൾ പങ്കെടുത്തത് കൊണ്ടാണ് മുൻ ചർച്ചകൾ പരാജയപ്പെട്ടത് എന്ന ന്യായമാണ് കെല്ലോഗ് ഇതിനായി പറയുന്നത്. ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുണ്ടാകുന്ന സമാധാന ധാരണ യുക്രൈന് ഗുണകരമായിരിക്കില്ലെന്ന ആശങ്ക യൂറോപ്യൻ നേതൃത്വത്തിനുണ്ട്. വിഷയത്തിൽ യൂറോപ്പിനും അമേരിക്കയ്ക്കും ഇടയിലുള്ള അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമർ ഇടപെടുമെന്ന് സൂചന ലഭിക്കുന്നു. ഈ മാസം അവസാനം അമേരിക്ക സന്ദർശിക്കുന്ന സ്റ്റാർമർ യൂറോപ്യൻ നേതാക്കളുടെ അഭിപ്രായങ്ങൾ ട്രംപിനെ അറിയിക്കുകയും ചെയ്യും. സ്റ്റാർമർ തിരിച്ചെത്തിയ ശേഷം യൂറോപ്യൻ നേതാക്കൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. യുക്രൈനെ പങ്കെടുപ്പിക്കാതെ ഉണ്ടാകുന്ന സമാധാന ധാരണ അംഗീകരിക്കില്ലെന്ന് സെലൻസ്കി വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം സമാധാന ചർച്ചയിലേക്ക് സെലൻസ്കിയെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. ക്ഷണം ലഭിച്ചിട്ടില്ലെന്നാണ് സെലൻസ്കി പ്രതികരിക്കുന്നത്.